നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാതവന്ദനം. ചിത്രൂപേണ പരിവ്യാപ്തം ത്രൈലോക്യം സചരാചരം തൽപദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപ്പാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ഭൂഗോളത്തെപ്പറ്റിയും ഭൂഖണ്ഡത്തിലെ 9 ഖണ്ഡങ്ങളെപ്പറ്റിയും അതിൽ ഭാരതഖണ്ഡമാണ് പ്രധാനപ്പെട്ടതെന്നും പറഞ്ഞിരുന്നു. തുടർന്നുള്ള വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. കർമ്മബീജമതിന്നു മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർക്കും കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പരിലെങ്ങും എഴുതല്ല നിർണയം. അത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഈ പ്രദേശമെന്നെല്ലാവരും ഓർക്കണം. ഇവിടെ ഭഗവാൻ നമ്മുടെ ഭാരതഖണ്ഡത്തിൻ്റെ സവിശേഷതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതഖണ്ഡമാണെന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. അതിൻ്റെ സവിശേഷതകൾ പറയട്ടെ. ബ്രഹ്മലോകത്തിലിരിക്കുന്നവർക്കും കർമ്മബീജം ഭാരതത്തിൽ നിന്ന് തന്നെ വേണം ഉണ്ടാകുവാൻ. അതായത് ഈ ഭാരതഖണ്ഡത്തിൽ നിന്ന് വേണം ബ്രഹ്മലോകത്തിലിരിക്കുന്നവർക്കുള്ള കർമ്മബീജം ചെന്നെത്തുവാൻ. മോക്ഷസാധകമായ കർമ്മഭാവം ഉണ്ടാകണമെങ്കിൽ അതും ഭാരതഭൂമിയിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത്രയും മുഖ്യമായ ഒരു ഭൂഖണ്ഡമാണ് ഭാരതവർഷമെന്നും സത്യം നാം എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. കർമ്മബീജം നശിച്ചാൽ മാത്രമേ കർമ്മശൃംഖല നശിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ പുനരാവൃത്തിയും അവസാനിക്കുകയുള്ളൂ. അപ്രകാരം കർമ്മബീജം നശിപ്പിക്കുകയും സാധ്യമായിട്ടുള്ളത് ഭാരതഖണ്ഡത്തിൽ മാത്രമാണ്. ഇത്രയും സവിശേഷതകളാണ് ഭാരതഖണ്ഡത്തിന് മറ്റ് 8 ഖണ്ഡങ്ങളെക്കാൾ ഉള്ളത്. അതുകൊണ്ടാണ് ഭാരതഖണ്ഡമാണ് ഏറ്റവും ശ്രേഷ്ഠം. നമ്മുടെ ഭരത രാജ്യം ആണ് ഏറ്റവും ഭൂലോകത്തിലെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കവി ഇവിടെ സ്ഥാപിക്കുകയാണ് ഈ വരികളിലൂടെ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വരികളുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നല്ലൊരു ശുഭ ദിനം ആശംസിക്കുന്നു. സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നമഃശിവായ. നമസ്കാരം.